Hello friends, welcome to the channel. We will discuss credit card charges. Hidden charges hidden charges bank majority charges bank credit card users mostly credit card users difficult. Private banks and pre-approved credit cards. That's credit cards are correct manage correct best card debit card super benefit card just overview interest free period reward points EMI features features card physical card credit card correct super super this is not a positive. Credit card charge video full video hidden charge profit business main video channel subscribe bell icon press notification Instagram Facebook description channel Amazon check Learn with GS channel financial news daily use products reviewing helpful share support subscribe Instagram Facebook follow follow contact follow follow main contents we tab note. Main first charge annual maintenance charge. Annual fees. This is type of card available. Lifetime free card available and annual charge card available. Lifetime free card free card annual fees joint fees normal card fixed amount annually cut bank account normally statement bill normally basic card 250 rupees starting and 350 rupees plus GST starting and GST 18% GST first main normal debit card no debit card normally 150 card type and joint fees and fees premium card normally credit card maintenance fee debit card debit card is cash advance fee. If you have credit card, you can card approve letter total credit limit cash limit. So, all credit cards actually cash ATM. That's a trap. That's actually emergency use cash limit. Cash cash advance fee that's over extra charge normally bank cash advance fee minimum 2.5%. That's recommendation ATM use credit card emergency use over limit charge over limit fee recently Access Bank rule customers consent over limited rule notification Access Bank consent video approve limit charge over limit charge normally 500 600 700 800 depends upon bank and switch അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് കൺസെന്റ് കൊടുക്കാം. നമുക്ക് ഒന്നെങ്കിൽ എനേബിൾ ചെയ്യാം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. ഡിസേബിൾ ചെയ്താൽ നമ്മുടെ ആ ലിമിറ്റിന്റെ മുകളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. എനേബിൾ ചെയ്താൽ നമുക്ക് ആ ലിമിറ്റിന്റെ മുകളിൽ പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരു ഫീസ് കൊടുക്കേണ്ടി വരുന്നു മാത്രം ട്ടോ.
പിന്നെ നമ്മുടെ നാലാമത് പറയുന്നത് നമ്മുടെ ലേറ്റ് പേയ്മെൻറ്റ് ഫീ ആണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ എല്ലാ ക്രെഡിറ്റ് കാർഡിനും നമുക്ക് ഒരു ബിൽ ജനറേഷൻ ഡേറ്റും ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യൂ ഡേറ്റും ഉണ്ട്. അപ്പോൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ ബില്ല് അടച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ലേറ്റ് പേയ്മെൻറ്റ് ചാർജുകൾ വരും, പ്ലസ് നമുക്ക് ഇൻട്രസ്റ്റ് ആഡ് ആയിക്കൊണ്ടിരിക്കും ഡെയിലി. അപ്പോൾ ആ സംഭവത്തിനാണ് നമ്മുടെ ഈ ലേറ്റ് പേയ്മെൻറ്റ് ചാർജ് എന്ന് പറയുന്നത്. അത് ഞാൻ പ്രത്യേകിച്ച് അത് പറയേണ്ട, ചിലതിൻ്റെ 2.5% to 3% ഒക്കെ നമ്മുടെ എമൗണ്ടിൻ്റെ വരാറുണ്ട് ലേറ്റ് പേയ്മെൻറ്റ് ചാർജ്, അത് ഡിപ്പെൻസ് ആണ്. പിന്നെ നമ്മൾ അടുത്ത് പറയാവുന്ന നമ്മുടെ ഫോറിൻ മാർക്കപ്പ് ചാർജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ കാർഡാണ്, നമുക്ക് പുറത്തും ഉപയോഗിക്കാം, ഡൊമസ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ബാങ്കുകൾ പറയാത്തൊരു സംഭവമാണ് നമ്മുടെ ഈ ഫോറക്സ് മാർക്കപ്പ് ചാർജ്. നമ്മൾ പുറത്ത് പോയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു എക്സ്ട്രാ ചാർജ് വരും. ഫോറക്സ് മാർക്കപ്പ് ചാർജ് എന്ന് പറയുന്നത് അത് 1.5%, 1% to 3.5% വരെ നമുക്ക് എക്സ്ട്രാ വരാറുണ്ട്. അത് ഓരോ കാർഡിനും ഡിപ്പെൻസ് ആണ്. അപ്പോൾ നമ്മുടെ വൺ കാർഡിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വൺ കാർഡിന് 1% ഉള്ളൂ കേട്ടോ. അത് ഭയങ്കര കുറവാണ്. നോർമലി 2.5 up to 3% ഒക്കെയാണ് നമുക്ക് മാർക്കപ്പ് ചാർജ് വരാറ്. അത് ഓരോ ബാങ്കിൻ്റെ കാർഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, കാർഡിൻ്റെ വെറൈറ്റി അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ സാധനം ശ്രദ്ധിക്കണം. അത് നോർമലി ആരും പറയാറില്ല, റിട്ടേൺ ചാർജ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ആറാമത്തേത് പറയുന്നത് GST ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ എന്ത് PMI കൺവേർട്ട് ചെയ്താലും പെർസെൻറ്റ് ചാർജ് എടുത്താലും അതിൻ്റെ കൂടെ 18% നമുക്ക് ഈ GST വരും. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഇപ്പോൾ ആനുവൽ ചാർജ് ആയാലും ജോയിനിങ് ചാർജ് ആയാലും ഇപ്പോൾ 490 ജോയിനിങ് ചാർജ് എന്ന് വെച്ചാൽ പ്ലസ് ഒരു 18% GST വരും. അപ്പോൾ ഈ GSTയുടെ കാര്യം ആരും പറയാറില്ല, അതൊരു റിട്ടേൺ ചാർജാണ്. GSTയുടെ കാര്യം ഒരു മിണ്ടാരേ ഇല്ല. നോർമലി എല്ലാത്തിലും ഇതിൻ്റെ 499 ആനുവൽ ചാർജ് എന്ന് ചെയ്താൽ പ്ലസ് GST ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ EMI കൺവേർട്ട് ചെയ്ത് അതിന് പെർസെൻറ്റ് ചാർജ് ഉണ്ട്, അതിൻ്റെ കൂടെ പ്ലസ് GST ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു GST ഉണ്ട്. ഇതൊന്നും ആരും പറയാറില്ല. അപ്പോൾ ഇതൊക്കെ ഇടൻ ചാർജുകളാണ്. അപ്പോൾ ഈ കുറച്ച് ഇടൻ ചാർജുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസറാണ് കേട്ടോ. അതായത് കുറേ പേർക്ക് ഇത് അറിയില്ല, കുറേ പേർക്ക് ഭയങ്കര സംശയമാണ്, നമ്മളോട് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ കാരണം തന്നെ കേട്ടോ. അപ്പോൾ നമ്മളാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കാണാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.